മലയാള സിനിമയിലും മറ്റ് സൗത്ത് ഇന്ത്യൻ സിനിമകളിലും മാത്രമല്ല, അങ്ങ് ബോളിവുഡ് സിനിമാ ലോകത്തും തന്റെ സാന്നിധ്യം അറിയിച്ച നടിയാണ് പ്രിയാമണി. ദേശീയ പുരസ്കാര ജേതാവായ നടി സിനിമകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ പല സിനിമകൾക്കും നോ പറഞ്ഞിട്ടുമുണ്ട്. അക്കൂട്ടത്തിലൊരു സിനിമയാണ് ടിനി ടോം നായകനായ ഓടും രാജ ആടും റാണി എന്ന സിനിമയും. ജെ.ബി. ജംഗ്ഷൻ എന്ന ഷോയിൽ പ്രിയാമണി അതിഥിയായി വന്നപ്പോൾ LED സ്ക്രീനിൽ ചോദ്യവുമായി ടിനി ടോമും എത്തിയിരുന്നു. ഈ സിനിമയിൽ അഭിനയിക്കുന്നതിനായി ആദ്യം പരിഗണിച്ചിരുന്നത് പ്രിയാമണിയായിരുന്നു. കഥ പ്രിയയ്ക്ക് ഇഷ്ടമായി. പ്രതിഫലത്തിന്റെയും മറ്റു കാര്യങ്ങളിലും പ്രിയ ഓക്കെ ആയിരുന്നു. അതിനുശേഷമാണ് നായകൻ താനാണ് എന്നറിഞ്ഞത്. അതിനുശേഷം ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ പ്രിയ 2 മണിക്കൂറിന് ശേഷം ടിനി ടോമിന്റെ നായികയായി അഭിനയിക്കാൻ കഴിയില്ല എന്ന് സംവിധായകന് മെസ്സേജ് അയച്ചു. സുരാജ് വെഞ്ഞാറമൂടിന്റെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ചിത്രത്തിലേക്ക് വിളിച്ചപ്പോഴും ഇതേ അനുഭവമാണെന്ന് സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞ് അറിയാം. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രിയാമണിയുടെ നായകനാകാനുള്ള മാനദണ്ഡങ്ങൾ എന്നായിരുന്നു ടിനി ടോമിന്റെ ചോദ്യം. അതെ, ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ പ്രിയാമണി അക്കാര്യം വളരെ വ്യക്തമാക്കുകയും ചെയ്തു. സുരാജ് വെഞ്ഞാറമൂടിന്റെ സിനിമയുടെ കാര്യം എനിക്കറിയില്ല. കഥയോ കഥാപാത്രങ്ങൾ ആരാണോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ചാനലുകളിൽ നിന്ന് വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് തന്നെ. ടിനി ടോം ചിത്രത്തിന്റെ കഥ ഞാൻ കേട്ടു. ചിലതൊക്കെ എനിക്ക് ഇഷ്ടക്കുറവ് ഉണ്ടായിരുന്നെങ്കിലും ഓക്കെ ആയിരുന്നു. പക്ഷേ ടിനി ടോം ആണെന്നറിഞ്ഞപ്പോൾ ഞാൻ അമ്മയോടും എൻ്റെ മാനേജറോടും ഇക്കാര്യം ഡിസ്കസ് ചെയ്തു. ടിനി ടോമിനോടൊപ്പം പ്രാഞ്ചേട്ടൻ എന്ന ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം കഴിവുള്ള നടനുമാണ്. അതേസമയം അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടു കൂടിയും പറയുന്നു, ആ സമയത്ത് അദ്ദേഹത്തിന് സോ കോൾഡ് മുൻനിര നായകന്മാരുടെ താരമൂല്യമില്ല. മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ നായകന്മാർക്കൊപ്പം അഭിനയിക്കുന്ന ദേശീയ പുരസ്കാരം നേടിയ പ്രിയാമണി എന്തുകൊണ്ട് ടിനി ടോമിന്റെ നായികയാകുന്നു എന്ന ചോദ്യം മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ നേരിടേണ്ടി വരും. അതുമാത്രമല്ല, ആ സിനിമ വിജയമാണെങ്കിൽ സാരമില്ല, പക്ഷെ പരാജയപ്പെട്ടാൽ അത് നായികയിലേക്ക് വീഴും. ഇവിടെ ഒരു സിനിമ പരാജയപ്പെട്ടാൽ ഒരു മുൻനിര നായകനും പടമില്ലാതെ വീട്ടിലിരിക്കില്ല. പക്ഷെ നായികമാരുടെ കാര്യം അങ്ങനെയല്ല. എനിക്ക് എന്റെ കരിയറും നോക്കണമല്ലോ എന്ന് പ്രിയാമണി പറഞ്ഞു.